ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീഡിയ സോണലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി പിക്കിളായാലോ. നാരങ്ങ കൊണ്ട് പിക്കിൾ പൗഡർ ഒന്നും ആഡ് ചെയ്യാതെ രുചിയൂറും നാരങ്ങ അച്ചാർ തയ്യാറാക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി ഫ്രഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. അത്യാവശ്യം വലിയ നാരങ്ങയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ഡലിച്ചെമ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ എന്തെങ്കിലും പാത്രങ്ങളോ എന്ത് വെച്ചിട്ടാണെങ്കിലും ആവിയിലൊന്ന് ഈ നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തോൽ ഭാഗമില്ലേ, അതിങ്ങനെ പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിത് തുറന്ന് നോക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നാരങ്ങയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നാരങ്ങയുടെ ഉൾഭാഗമൊക്കെ വെന്തിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അധികം നാരങ്ങയും പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം. നാരങ്ങ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു നാരങ്ങ 4 പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് മുറിച്ച് വെച്ച നാരങ്ങയിലേക്ക് 2 വലിയ സ്പൂൺ ഉപ്പും 1.5 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ 1-2 ദിവസം അടച്ചു വെച്ചാൽ നാരങ്ങയുടെ അധിക കയ്പ്പരസം പോയിട്ട് നാരങ്ങ അച്ചാർ തയ്യാറാക്കാനുള്ള പാകത്തിലെത്തും. ഇങ്ങനെ നാരങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ 2 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ചില്ലു പാത്രത്തിലോ സ്റ്റോർ ചെയ്ത് വെക്കാൻ സൂക്ഷിക്കണം. ഇനി അച്ചാറിലേക്ക് ഇടാനുള്ള ഒരു പൗഡർ തയ്യാറാക്കാം. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, ഇവ നന്നായി വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം. വേറെ പൗഡറൊന്നും നമ്മൾ ഈ അച്ചാറിലേക്ക് ആഡ് ചെയ്യുന്നു. ശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ 2 വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ 1 പീസ് ഇഞ്ചി, 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ജസ്റ്റ് ഒന്ന് നിറം മാറിയതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഉലുവായും കടുകും വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 ദിവസം മുന്നേ ഉപ്പും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നാരങ്ങ നല്ല കയ്പ്പെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നാരങ്ങയും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കാം. ഇപ്പോൾ ഞാൻ 4 സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇനി ആവശ്യാനുസരണം ബോട്ടിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. കായം പൊടിയായിട്ട് വാങ്ങിയതായാലും കുഴപ്പമില്ല. ഞാനിവിടെ കായം വാങ്ങിയിട്ട് എണ്ണയിൽ വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ്. ഇതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ പൊടിയായാലും കുഴപ്പമില്ല. എന്തായാലും കായപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞു. ചൂടാറിയതിന് ശേഷം ആവശ്യാനുസരണം വിനാഗിരി ചേർത്ത് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. കാരണം കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ ആയതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ
ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.